യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. നന്ദി പിതാവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. വർഷത്തിന്റെ ആരംഭം മുതൽ കഴിഞ്ഞ 5 മാസക്കാലവും ദൈവം നമ്മെ ശ്രേഷ്ഠകരമായി അത്ഭുതകരമായി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ നമ്മെ മറച്ച് നമ്മെ കാത്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഈ പൽക്കാലം നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. സ്തോത്രം. നമ്മുടെ കഴിവല്ല, സ്തോത്രം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കണ്ണുവീഴ്ചയിൽ നിന്നും പ്രാണ മരണത്തിൽ നിന്നും വിടുവിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രഭാതത്തിലും നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞ സ്തോത്രം. മൗനമായിട്ടിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുക. നമ്മുടെ ദൈവം സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവമത്രേ. ആ സർവശക്തനായ ദൈവം ഈ പകൽക്കാലവും നമ്മെ ജയത്തോടെ നടത്തുക നമ്മുടെ കൂടെയുണ്ട്. കുഞ്ഞെ, നീ തളർന്നു പോകുകയല്ല, നീ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. നിന്നെ വലങ്കരം പിടിച്ചിരിക്കുന്ന കർത്താവ് നിന്നെ എത്തിക്കേണ്ടടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം മറ്റു ചിലരുടെ വിട്ടുതന്നെ കാരണമായി തീരും. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ സ്തോത്രം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് പല വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മെ ജീവിതത്തിനകത്ത് ഇരുളിന്റെ അനുഭവങ്ങൾ കിടന്ന സാഹചര്യങ്ങളിൽ അതിനകത്ത് കർത്താവിന്റെ വെളിച്ചത്തെ പകർന്നു തന്ന് നമ്മെ കർത്താവിന്റെ പ്രിയ മക്കളാക്കി നമ്മെ മാറ്റിയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എന്നിലും നിങ്ങളെ കൂടി ദൈവനാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസം മറ്റു ചിലരുടെ വിടുതലിന് കാരണമാക്കി കർത്താവ് തീർക്കുവാനായിട്ട് ഇടയത്തിരും. നമ്മെ കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് ഇടയത്തിരും. നമ്മിൽ കൂടി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെയൊക്കെ ഒരു സമർപ്പണത്തോടു കൂടെ കർത്താവിന്റെ സന്നിൽ ഈ പ്രഭാതത്തിലായിരിക്കാം. കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ദൈവനാമ മഹത്വത്തിന് എന്നെ ഒന്ന് ഉപയോഗപ്പെടുത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടു കൂടി നാം ആയിരിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരുവാനായിട്ട് ഇടയായിത്തീരും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് സ്തോത്രം ഒരു ബാലിക്കാരത്തി പെൺകുട്ടിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ജോലി എന്ന് പറഞ്ഞ യജമാന്റെ ഭവനത്തിനകത്ത് ജോലി ചെയ്യുക, ഈ ഒരു ദൗത്യവുമായിട്ട് ആ ഒരു ബാലിക്കാരത്തി പെൺകുട്ടി അവിടെ ഉണ്ട്. അതിന്റെ 5-ാം അധ്യായം, അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാനെ പറ്റി ഇവിടെ പറയുന്നു, അവൻ പരാക്രമശാലിയായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു, അവൻ കുഷ്ഠരോഗി ആയിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഈ കുഷ്ഠരോഗിയായിരിക്കുന്ന പരാക്രമശാലിയായിരിക്കുന്ന നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പിടിച്ചുകൊണ്ട് പോയി അവളുടെ ജോലി എന്ന് പറഞ്ഞ ആ സ്തോത്രം നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുക എന്നൊരു ദൗത്യം. ഇതിനപ്പുറമായിട്ട് വേറൊരു ദൗത്യം തന്റെ മുമ്പിലില്ല. പക്ഷേ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കൾ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചെറിയൊരു പെൺകുട്ടി എന്ന് തിരുവചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. അവൾക്ക് അവളുടെ കാര്യങ്ങൾ നോക്കി അവൾക്ക് ലഭിക്കുന്ന വേതനവുമായിട്ട് അവൾക്ക് കടന്നു പോകും. പക്ഷേ അവിടെ യജമാനനെ കണ്ടപ്പോൾ യജമാനൻ അനുഭവിക്കുന്ന ആ രോഗം, കുഷ്ഠരോഗം
കുഷ്ഠരോഗം കണ്ടു കഴിഞ്ഞപ്പോ അവൾ എവിടെയോ കേൾക്കുകയോ അറിയോ എന്തോ ചെയ്ത ഒന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഒരു പുരോഹിതൻ അവിടെയുണ്ട്. ആ പുരോഹിതന്റെ അടുക്കലേക്ക് യജമാനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ പ്രവാചകൻ ആ മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന് ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൾ യജമാനത്തിയോട് പറയുകയാണ്, ആ ഏലിയ പ്രവാചകന്റെ അടുക്കിലേക്ക്, ശമരിയയിലെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നുവെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിയേനെ എന്ന്. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ചിലതിനോട് നമുക്ക് കർത്താവിനെ കുറിച്ച് പറയുവാൻ, കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രേരണ തരുമ്പോൾ നാം പറയുവാനായിട്ട് ഇടയായി തീർന്ന ആ പെൺകുട്ടിയുടെ ഒരു വാക്കാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നയമാന്റെ കുഷ്ഠരോഗം മാറുവാനായിട്ട് ഇടയായി തീർന്നത്. നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നയമാൻ അവിടെ കടന്നു പോകുന്നുണ്ട്. നയമാനോട് പ്രവാചകൻ എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ അതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധനാകും എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കിന്റെ പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നയമാൻ അവിടെ എത്തുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ എലീശ പ്രവാചകന്റെ വാക്കുകൾ തനിക്ക് ആദ്യം എന്ത് ചെയ്തു? ഒരു ബുദ്ധിമുട്ടിലേക്ക് കടന്നു വന്നു, ഒരു വേദനയിലേക്ക് കടന്നു വന്നു. ദേഷ്യപ്പെടുവാനും കോപിക്കുന്ന അനുഭവങ്ങളൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാർ അവരുടെ അടുക്കൽ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പിതാവേ, പ്രവാചകന്മാർ വലിയൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നീ ഇത് ചെയ്യുകയില്ലായിരുന്നോ എന്ന് ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? എലീശ പ്രവാചകൻ പറഞ്ഞത് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി എന്ന് നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവന്റെ ദേഹം അവിടെ കാണുവാൻ സാധിക്കും. ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി അവൻ ശുദ്ധനായി തീർന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ബാല്യക്കാരത്തി പെൺകുട്ടി, ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു വാക്കാണ് നയമാനെ എന്ത് ചെയ്യുന്നു? എലീശയുടെ അടുക്കിലേക്ക് എത്തുവാനും എലീശ പറഞ്ഞതനുസരിച്ച് താൻ ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? അവന്റെ ശരീരം അവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു കുഞ്ഞു കുട്ടിയുടെ അവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു, അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി അവൻ ശുദ്ധനായി തീർന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, നാം പറയുന്ന ഒരു ചെറിയ വാക്കായിരിക്കും, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നത്. നാം മടിച്ചിരിക്കാതെ നാം അറിഞ്ഞ നാം പ്രാപിച്ച കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സൗഖ്യങ്ങൾ കാണുമായിരിക്കാം, വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാണുമായിരിക്കാം. നമ്മുടെ അടുക്കലേക്ക് ഒരാൾ ഭാരത്തോട് കടന്നു വരുമ്പോ, ഒരാൾ വേദനയോട് കടന്നു വരുമ്പോ, പ്രിയ ദൈവമക്കളെ, നാം അറിഞ്ഞതായ വിടുതൽ, നാം അനുഭവിച്ചായ വിടുതൽ, സൗഖ്യം, രക്ഷയെ മറച്ചു വയ്ക്കാതെ ഞാൻ ഇന്നടത്ത് പോയപ്പോ അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എനിക്ക് വിടുതൽ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ഞാൻ നിങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്ന പ്രിയ ദൈവമക്കളെ, മറ്റു ചിലതിലേക്ക് വെളിച്ചം പകരുവാനായിട്ട് ഇടയായി തീരാം. ഈ മാലിയൊരു പെൺകുട്ടി മൗനമായിട്ട് ഇരുന്നുവെങ്കിൽ ഒരിക്കലും നയമാന് ഈ ഒരു വിടുതൽ ലഭിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ ബാല്യക്കാരത്തി പെൺകുട്ടിയുടെ വാക്കിന്റെ മുമ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നയമാന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടന്നു. അത് മാത്രമല്ല അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാക്കി നിന്ന് ഇസ്രയേലെ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നമ്മുടെ ദൈവത്തെ അവിടെ ഉയർത്തുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയെത്തുന്നു. അതാ പ്രിയ ദൈവമക്കളെ ഞാൻ പറഞ്ഞത്. അതെ, നമ്മുടെ വിശ്വാസം ചിലരുടെ വിടുതലിന് കാരണമാക്കി തീർക്കാം, മറ്റു ചിലരുടെ വിടുതലിൽ കൂടെ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നാം ചിന്തിക്കും, എന്റെ ജീവിതത്തിൽ വിടുതൽ നടന്നു, എന്റെ ജീവിതത്തിൽ സൗഖ്യം നടന്നു, ഇതൊക്കെ മതി, ഇവിടെ കൊണ്ട് ഒതുങ്ങാം. ഇല്ല പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതേ, രോഗാവസ്ഥയിലും ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നപ്പോ കർത്താവ് നമ്മെ വിടുവിച്ചത്, സ്തോത്രം, നമ്മൾ ഒതുങ്ങുവാനല്ല, നാം അനുഭവിച്ചതായ വിടുതലുകൾ മറ്റു അനേകം പേരോട് പറയുവാനത്രേ, മറ്റു അനേകം പേർക്ക് ഇരുളിൽ കിടക്കുന്ന അനേകം പേർക്ക് വെളിച്ചം കൊടുക്കുവാനായിട്ട്. അതേ, രോഗാവസ്ഥയിൽ കിടക്കുന്നവരിലേക്ക് കർത്താവ് നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ അത്രേ, അതേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് ചിലരെ കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ വിടുവിച്ചുവെങ്കിൽ പ്രിയ
ദൈവമക്കളെ, നാം മൂടി വെക്കപ്പെട്ടിരിക്കുവാനല്ല, നാം ധൈര്യത്തോടു കൂടി സ്തോത്രം കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയെത്തിരുന്ന ആ ബാല്യക്കാരി പെൺകുട്ടിയാണ്. ഒരു ചെറിയ പെൺകുട്ടിയുടെ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ്. പക്ഷേ അവിടെ മേൽ വന്ന ഒരു ധൈര്യമുണ്ട്. അതേ സ്തോത്രം നയമാന്റെ ഭാര്യയോട്, യജമാനത്തിയോട് പറയുവാൻ കാണിച്ച ഒരു ധൈര്യം, തന്റെ ഉള്ളിൽ വന്ന ഒരു വിശ്വാസം. ഹല്ലേലൂയ. അത് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ ആ ഒരു വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്ന, നാം പേടിച്ചു ഭയപ്പെട്ടു ഇരിക്കുവാനല്ല, നമ്മൾ അറിഞ്ഞതായ കർത്താവിന്റെ സന്തോഷത്തെ, കർത്താവിന് പ്രാപിച്ച വിടുതന്നെ, കർത്താവിന് പ്രാപിച്ചതായ രക്ഷയെ ഹല്ലേലൂയ നാം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായി തീർണം. അവിടെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ട് ഇടയായി തീരാം. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല എന്ന് ഹല്ലേലൂയ നയമാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത് പോലെ പ്രിയ ദൈവമക്കളെ സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അനേകം ഇടങ്ങളിൽ ഉയർത്തപ്പെടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരാം. വിശ്വാസത്തോടു കൂടി നാം കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഇടയായി തീർന്ന പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു പശുവധക്കാരനെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുന്നു 4 ആൾ ഒരു പക്ഷവാതക്കാരനെ എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് വചനത്തിൽ കാണുന്നു. അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആരുടെയോ ഒരു വിശ്വാസം. ആരുടെ വിശ്വാസം എന്ന് നമുക്ക് മുൻപന്തിയിൽ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. 4 പേരുടെ വിശ്വാസം. സ്തോത്ര ഹല്ലേലൂയ. അതാ ഇന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം ചിലരുടെ വിടുതലിന് കാരണമാക്കി ദൈവം തീർക്കും. പ്രിയ ദൈവമക്കളെ സ്തോത്രം. അതേ സ്തോത്രം. അവർക്ക് വിശ്വാസമില്ലേ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അവർക്ക് വിശ്വാസമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ അടുക്കൽ ചിലരെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന ദൈവം മൗനമായിട്ട് ഇരിക്കത്തില്ല. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ, അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് പക്ഷവാതക്കാരനെ ചുമന്നു കൊണ്ടുവരുന്ന 4 പേരെ കാണുവാൻ സാധിക്കുന്നു. അതേ, പക്ഷവാതം പിടിച്ചു കിടക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കുവാനായിട്ട് വകയില്ല. അവിടെ കൊണ്ട് തീരും, അവിടെ കൊണ്ട് അവസാനിക്കും എന്റെ ജീവിതം എന്ന ആ ഒരു റൂമിനൊക്കെ ഉള്ള ഒരു ലൈഫായിട്ട് ഒതുങ്ങുമ്പോ അവര് 4 പേരുടെ ഉള്ളിൽ കടന്നു വന്ന ഒരു വിശ്വാസമുണ്ട്. ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് ഈ മനുഷ്യനെ വിടുവിക്കും എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ 4 പേരുടെ ഉള്ളിൽ കടന്നു വന്ന് ആ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ അവർ എന്ത് ചെയ്തു? കാണിച്ച ഒരു ധൈര്യം, ഒരു വിശ്വാസം. പ്രിയദൈവത്തിലെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ചില വിശ്വാസത്തിന്റെ തലങ്ങൾ നമുക്ക് കാലെടുത്ത് വെക്കുവാനായിട്ട് കഴിയുമെങ്കിൽ നമ്മിൽ കൂടി ചിലർ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പുരുഷാര നിമിത്തം യേശുവിന്റെ അടുക്കിലേക്ക് പോലും അവർക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. അവിടെ അവർ ക്ഷീണിച്ചു പോയില്ല, അവർ തളർന്നു പോയില്ല. പകുതി വഴി വച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ മനുഷ്യനെ അവിടെ ആക്കിയിട്ട് പോയില്ല. അവർ എടുത്തതായ തീരുമാനത്തിന്റെ അകത്ത് യേശുവിന്റെ അടുക്കൽ തന്നെ ഇറക്കി വയ്ക്കുവാൻ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു. എന്താ? അവരുടെ 4 പേരുടെ ഉള്ളിലാത്തുണ്ടെന്ന വിശ്വാസം ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ച. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ചിലതിനെ നാം കർത്താവിന്റെ അടുക്കൽ എത്തിച്ച ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും. പ്രിയ മക്കളെ സ്തോത്രം. ചില രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, ഭാരത്തിലായിരിക്കുന്നവരുണ്ട്. നാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു വാക്കുകൊണ്ട് നാം പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയുകയല്ല. പ്രിയ ദൈവമക്കളെ, ചിലരെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദൗത്യം കർത്താവ് നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. സ്തോത്ര. നാം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരായിരിക്കാം. അവരോട് കർത്താവിനെ കുറിച്ചൊന്ന് പറയുവാൻ, ഇന്നടുത്ത് ഒരു ആരാധനയുണ്ട്, ഇല്ലെങ്കിൽ ഇന്നടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച, ഇല്ലെങ്കിൽ എന്നെ വിടുവിച്ച കർത്താവ് നിന്നെ വിടുവിക്കും എന്ന്. സ്തോത്രം. അതെ, ആ കർത്താവിനെ കുറിച്ചൊന്ന് പറയുവാൻ, എന്നെ സ്നേഹിച്ച കർത്താവ് നിന്നെയും സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി കൂടിയ കർത്താവ് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം കൊടുത്ത് ജീവനെ തന്നതെന്ന് പറയുവാൻ ഇടയായി തീർന്ന
പ്രിയ ദൈവ പൈതലേ, നിന്റെ വിശ്വാസത്തിനെ അത് വില കൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പശുവധക്കാരനെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, ചില വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നിനക്ക് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നിന്നിൽ ദൈവം ഉപയോഗിക്കുവാനായിട്ടിടയെത്തിരും. നിന്റെ വാക്കുകളെ ദൈവം ഉപയോഗിക്കുവാനായിട്ടിടയെത്തിരും. നിന്റെ പ്രവർത്തികളെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്തോത്രം, ആ മനുഷ്യനെ അടുക്കൽ കൊണ്ട് ഇറക്കി വെക്കുവാനായിട്ട് ഇടയെത്തുന്നു. അതിന് 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉടൻ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നവനാ, പിതാവ് എന്നിൽ മഹത്വപ്പെടുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന എന്നിലും നിങ്ങളെ കൂടി ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര ഹല്ലേലൂയ മഹത്വപ്പെടണം എന്ന് പിതാവ് ആഗ്രഹിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ഈ 4 പേർ എടുത്ത ഒരു വിശ്വാസം ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിച്ചു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ എല്ലാവരും വിസ്മയിച്ചു. ഹല്ലേലൂയ. കാരണം ഇതുപോലെ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണമാക്കി തരുന്ന 4 പേരെടുത്തതായ ഒരു വിശ്വാസത്തിന്റെ ചുവടുവയ്പ്. സ്തോത്രം. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതേ, കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടണം, കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചിലരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഈ പ്രഭാതത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ചിലർക്ക് വഴികാട്ടിയായിരുന്നു കർത്താവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രിയതേ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നാം ചിന്തിക്കും, എനിക്ക് സൗഖ്യം ലഭിച്ചു, എനിക്ക് വിടുതൽ കിട്ടി, ഇനി ബാക്കിയുള്ള എല്ലാ പ്രിയതേ മക്കളെ, കർത്താവ് സകല മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് എന്റെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് യാഗമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയതേ മക്കളെ, എന്നിലും നിങ്ങളെ കൂടി അനേകം പേർ വിടുവിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ, എന്നിലും നിങ്ങളെ കൂടി ദൈവനാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നാം ജാതികളുടെ ഇടയിൽ ദിവ്യ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, പ്രിയതേ മക്കളെ, സ്തോത്രം, നമ്മുടെ ചുറ്റുപാടും അനേകം പേർ കർത്താവിനെ കുറിച്ച് അറിയാതെ, അതേ സ്തോത്രം, ഹല്ലേലൂയ, തീരെ ദുഃഖത്താലും വ്യാധിയാലും ഭാരത്താലും പ്രയാസത്തോടെയൊക്കെ ആയിരിക്കുന്നുണ്ട്. നാം ജോലിക്ക് പോകുന്നു, നമ്മൾ സാലറി വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടായിരിക്കാം, നാം മറ്റു പലയിടങ്ങളിൽ കടന്നു പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. പക്ഷേ ആ നയമാന്റെ വീട്ടിനകത്ത്, സ്തോത്രം, ആ ചെറിയ പെൺകുട്ടി, ഹല്ലേലൂയ, അവിടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ട് എന്ന് യേശു കർത്താവിന് ഇന്ന് ചിലയിടത്ത് നിനക്ക് പരിചയപ്പെടുത്തുവാൻ ലജ്ജ കൂടാതെ വേണം, നിനക്കൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുത്ത, ഹല്ലേലൂയ, അതേ കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. യേശു കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ച, യേശു കർത്താവിന്റെ അടുക്കിലേക്ക് നീ ഒന്ന് ചെന്ന് ഇടിവി നിന്ന് കഴിഞ്ഞാൽ, സ്തോത്രം, യേശു കർത്താവ് നിന്റെ രോഗത്തിൽ നിന്ന് വിടുവിക്കും, നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കും, നിനക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ എത്തിക്കുമെന്ന് നിനക്കൊന്ന് പറയുവാനായിട്ട് കഴിയുമോ? അതേ സ്തോത്രം, ഈ 4 പേർ എടുത്തു വച്ചതായ ഒരു വിശ്വാസത്തിന്റെ ചുവട്, ഹല്ലേലൂയ, ആ പക്ഷവധക്കാരന്റെ വിടുതലിന് കാരണമാക്കി തീർത്തില്ലേ? പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, നാം അറിഞ്ഞതായ രക്ഷയുടെ അനുഭവം ചിലർ കൂടെ തിരിച്ചറിയേണ്ടതിനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചിലരെ കൊണ്ടുവന്ന് എത്തിക്കാമോ? രോഗത്തിലും ഭാരത്തിലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം, അവർക്ക് വിശ്വാസമില്ല, അവർ മറ്റും പലതിലും ഉള്ളവരാണ്. പക്ഷേ പ്രിയതേ മക്കളെ, നീ വിശ്വാസത്തോടെ ചുവട് വെച്ച എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ദൈവം വിടുതൽ തരുവാനായിട്ട് ഇടയത്തിരും. അവിടെ ഇങ്ങനെ തന്നെയാണ് വായിച്ചത്. സ്തോത്രം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണിക്കുകയെ പുറപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവ് രഹസ്യത്തിലല്ല ആ മനുഷ്യനെ വിട്ടത്, എല്ലാവരും കാണിക്കേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവർ പുറപ്പെടുവാനായിട്ട് ഇടയെത്തുന്നപ്പോ എല്ലാവരും വിസ്മയിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കൂടെ ദൈവനാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, പ്രിയ ദൈവപൈതലെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. അതേ, കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. നാം ചിലപ്പോൾ ചിന്തിക്കാം, നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതേ സ്തോത്രം, വചനം പറയാനായിട്ട് അറിയത്തില്ല. പക്ഷെ പ്രിയ ദൈവമക്കളെ,
മക്കളെ, നാം അനുഭവിച്ചതായ വിടുതൽ, അതെ, നാം എവിടെ ആയിരുന്നപ്പോഴും നമുക്കൊരു സമാധാനം കിട്ടിയത്, വിടുതൽ കിട്ടിയത്, അത് നാം മറ്റുള്ളവരോട് പറയുവാൻ ലജ്ജിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയ ദൈവത്തിലെ വിശ്വാസത്തോടു കൂടി നീ ചിലതിനോട് പറയുവാനിടയായി തീർന്ന ഈ പ്രഭാതി ഞാൻ പറയട്ടെ, നിന്റെ ഒരു വാക്കായിരിക്കാം, സ്തോത്രം, ഹല്ലേലൂയ, അതേ, ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കാം, അതേ, സ്തോത്രം, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നത്, അനേകം പേരുടെ വിടുതലിന് കാരണമായി തീരുന്നത്. നാം ചിലപ്പോൾ ഒരു വ്യക്തിയോടായിരിക്കാം പറയുന്നത്, പക്ഷേ ഞാൻ പറയട്ടെ, സ്തോത്രം, നയമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു ദൈവത്തെ, വേറൊരു ദൈവം ഇല്ല എന്ന്, സ്തോത്രം, ഇസ്രായേലിൽ അല്ലാതെ ഭൂമി എങ്ങും ഒരു ദൈവമില്ല, ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു വ്യക്തിയുടെ വിടുതൽ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വലിയൊരു സാക്ഷ്യത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവന്റെ മുമ്പാകെ നിന്നിട്ട് പറയുന്നു, ഇസ്രായേലിൽ അല്ലാതെ ഭൂമി എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു, സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ദൈവത്തെ നാം, സ്തോത്രം, മറച്ചു വെക്കേണ്ടതല്ല, സ്തോത്രം. കിട്ടുന്ന സാഹചര്യത്തെ നാം കർത്താവിന് ഉയർത്തുവാനായിട്ട് ഇടയായി തീർണം, സ്തോത്രം. നമ്മുടെ വിടുതൽ മാത്രം പ്രതീക്ഷിക്കുകയല്ല പ്രിയ ദൈവമക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ കൂടെ അനേകം പേർ കർത്താവിനെ അറിയാനും കർത്താവിന്റെ സനിൽ വിടുതലായിട്ട് കടന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ലജ്ജ കൂടാതെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവസനെ തീരുമാനമെടുക്കാമോ? അപ്പൊ ലഭിക്കുന്ന ഇടങ്ങളെ ഞാൻ എന്റെ കർത്താവിനെ ഉയർത്താം, ഞാൻ ചിലരോട് കർത്താവിനെ കുറിച്ച് പറയാം, അതിനുള്ള അവസരങ്ങൾ എന്റെ ജീവിതത്തെ തരണമേ എന്ന്, സ്തോത്രം. പ്രിയ ദൈവത്തിലെ ആ സ്തോത്ര ചെറിയ ബാലിക്കരത്തി പെൺകുട്ടിയെ ആ നയമാന്റെ ഭാര്യയോട് പറഞ്ഞു, അതേ, സ്തോത്രം, ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു, സ്തോത്രം. അതേ, സ്തോത്രം, ആശയേറ്റ് കിടക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം. ഇനി ഒരു പ്രതീക്ഷ വീട് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് കിടക്കുന്നവർ കാണുമായിരിക്കാം. ഡോക്ടർമാർ കൈവിട്ട ഒത്തിരി പേര് കാണുമായിരിക്കാം. അവരുടെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് ചെന്ന് ആ കർത്താവിന്റെ വെളിച്ചത്തെ ഒന്ന് ഇട്ടുകൊടുക്കുവാൻ കഴിഞ്ഞാ ആ വെളിച്ചം മങ്ങിപ്പോകത്തില്ല പ്രിയ ദൈവമക്കളെ, ആ വെളിച്ചം ശോഭിക്കും. ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവർ കോപിക്കും. ഇവിടെ നയമാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൻ കോപവും ദേഷ്യമൊക്കെ വന്നു. എലിശ പ്രവാചകൻ പറഞ്ഞത് കേട്ടിട്ട് ഭൃത്യന്മാർ പറഞ്ഞു, ഇതിനേക്കാൾ വലുതൊന്നും പറഞ്ഞിരുന്നുവെങ്കിൽ യജമാനൻ ചെയ്യത്തില്ലായിരുന്നോ എന്ന ചോദ്യത്തിന് മുമ്പേ അതെന്ത് ചെയ്യുന്നു, പ്രവാചകന്റെ ശബ്ദത്തിനെ അനുസരിക്കുവാൻ തയ്യാറായി. പ്രിയ ദൈവമക്കളെ, ആദ്യമൊക്കെ നാം ചിലപ്പോൾ കർത്താവിനെ കുറിച്ച് ചിലരോട് പറയുമ്പോൾ ദേഷ്യവും കോപവും ഒക്കെ തോന്നിയെന്നിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, നീ ഒരു വിത്തിടാൻ തയ്യാറായ ആ വിത്ത് കെട്ടുപോകാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്, സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ വാക്കിനെ ആദരിക്കുന്ന ഒരു കർത്താവുണ്ട്, സ്തോത്ര, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവപൈതലേ, കർത്താവിന്ന് വിടുതൽ പ്രാപിച്ച്, കർത്താവിന്ന് അനുഗ്രഹം പ്രാപിച്ച്, കർത്താവിന്ന് രക്ഷ പ്രാപിച്ച് സന്തോഷത്തിലായിരിക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് ചിലരോട് കർത്താവിനെ കുറിച്ച് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവിടെയാ തിരുനാമ മഹത്വത്തിന് കാരണമായി തീരുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങളിൽ കൂടെ എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ലജ്ജിക്കരുത്. കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന സാഹചര്യത്തിൽ, കർത്താവിനെ പറയുവാനായിട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ, അതേ, മറ്റുള്ളവരുടെ മുമ്പാകെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിൽ നാം കർത്താവിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, അനേകം പേർ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീരും, സ്തോത്രം. അതേ, ചിലപ്പോൾ നമ്മുടെ ഭവനത്തിനടുത്തുള്ളവരായിരിക്കാം രോഗാവസ്ഥയിൽ കിടക്കുന്നത്. അതേ, സ്തോത്രം, അവരിൽ ചെന്ന് കാണുന്നുണ്ടായിരിക്കാം. പ്രിയ ദൈവത്തിൽ എന്നും പോയി കണ്ട് മടങ്ങി വരുന്നതിനേക്കാൾ അപ്പുറം ഇന്ന് ഞാൻ പറയട്ടെ, ഒന്ന് കർത്താവിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിച്ച കർത്താവിനെ ഒന്ന് അവരുടെ മുമ്പിൽ വരച്ച് കാട്ടാമോ? എത്രയോ സൗഖ്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു, എത്രയോ വിടുതലുകൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ തന്നു. നിന്റെ നിലയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നില്ലേ? നിന്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി ഒന്ന് വിടുവിച്ചില്ലേ? പ്രിയ ദൈവപൈതലേ, ആ കർത്താവ് മറ്റുള്ളവരെ വിടുവിപ്പാൻ ഒരുക്കമായി നിൽക്കുകയാണ്, സ്തോത്രം. പക്ഷേ നാം അവരോട് കർത്താവിനെ കുറിച്ചൊന്ന് പറയണം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം അറിയാത്തവണ, കർത്താവിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയാത്തവണ, കർത്താവിന്റെ രക്ഷ
അനുഭവിക്കാൻ കഴിയാത്തവണ അനേകം പേർ ആയിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് സ്തോത്രം ഒരു ചെറിയ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്ന പ്രിയ ദൈവത്തിലെ ആ വെളിച്ചം ലോകമൊക്കെയും പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീരുക. എന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വിടുതൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ടോ, ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്ര ഹല്ലേലൂയ. ഇതിനേക്കാൾ അപ്പുറം വലിയ എന്തൊരു സാക്ഷ്യമാ. ഹല്ലേലൂയ. അതേ നയമം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭൂമിയിലെങ്ങും മറ്റൊരിടത്തും ഒരു ദൈവമില്ല. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ചില ദൗത്യങ്ങൾ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാക്കണം. എന്നിലും നിങ്ങളിലും കൂടി സ്തോത്രം ദൈവനാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോ പ്രിയ ദൈവത്തിലെ അതിനുവേണ്ടി എത്ര പേർക്ക് ഈ പൽക്കാലം ഒരു ചലഞ്ചായിട്ട് എടുക്കുവാനായിട്ട് കഴിയും, എത്ര പേർക്ക് ആ ഒരു ദൗത്യത്തെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. സ്തോത്ര കൂടുതലൊന്നും പറയണ്ട, നമ്മൾ സ്തോത്രം ഒരു വാക്ക് ഹല്ലേലൂയ. അതേ സ്തോത്ര യേശു കർത്താവ് നിന്നെ വിടുവിക്കും, യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, യേശു കർത്താവ് നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. അത് നിനക്കൊരു രക്ഷ തരും. സ്തോത്ര നീ അസമാധാനത്തിലായിരിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് കർത്താവ് സമാധാനം തരും എന്ന് ഒരു വാക്ക് നീ ഇട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീർന്ന പ്രിയ ദൈവവൈതലേ സ്തോത്രം നിന്റെ വാക്കിനെ തേടി വരുന്ന ഒരു സമയം ഉണ്ടാക്കും. സ്തോത്ര നീ പറഞ്ഞ ഉടനെ ചിലപ്പോൾ പ്രതികരിച്ചെന്നില്ല ഇരിക്കില്ല. ഹല്ലേലൂയ. പക്ഷെ നിന്റെ വാക്കിനെ ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ വീണ വിത്ത് കെട്ടുപോകാത്തവണ അതൊരു ദിനം തോറും വർദ്ധിച്ചു വന്നിട്ട് നിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസം സ്തോത്രം മറ്റ് ചിലതിന്റെ വിടുതലിന് കാരണമാക്കി തീർക്കും. പ്രിയ ദൈവത്തിലെ എന്നിലും നിങ്ങൾ കൂടെ ദൈവനാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നാം ചിലരുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് നമുക്ക് ആർക്കും മാറി നിൽക്കുവാനായിട്ട് കഴിയില്ല. കർത്താവ് നമ്മോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്തോത്രം നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് അതേ ഭൂലോകമെമ്പാടും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുവാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇരുളിൽ കിടന്ന അന്ധകാരത്തിൽ കിടക്കുന്ന പാപത്തിൽ കിടക്കുന്ന അനേകം പേരെ ക്രിസ്തുവിനെങ്കിലേക്ക് കൊണ്ടുവരുവാ. എന്നെ നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുമ്പോ പ്രിയ ദൈവത്തിലെ നാം ആ ദൗത്യം ഈ അന്ത്യ കാലഘട്ടത്തിൽ ഏറ്റെടുക്കണം. സ്തോത്ര നശിച്ചു കൊണ്ടുപോകുന്ന അനേകം പേരിലേക്ക് ഒരു വെളിച്ചത്തിന്റെ തിരിയായിട്ട് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്ന അവിടെ ആ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായി തീരുക. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ ഉപയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരുക. നമ്മെ കൂടി അനേകം പേര് ക്രിസ്തുവിന്റെ വെളിച്ചം കാണുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ചെറിയ പെൺകുട്ടിയുടെ വാക്കിന്റെ മുമ്പേ കർത്താവേ നായമാൻ ഒരു വിടുതൽ ലഭിക്കുകയും കർത്താവേ അപ്പൊ ആ പുരോഹിതന്റെ പ്രവാചിന്റെ അടുക്കൽ പോയി വിടുതൽ പ്രാപിക്കുകയും അതോടൊപ്പം ഭൂമിയിലെങ്ങും നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. പുതിയ ദൈവത്തിൽ ഞങ്ങൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു കർത്താവേ. അപ്പൊ അവരെല്ലാവരുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടപ്പോ എല്ലാവരും അത് കണ്ട് വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കർത്താവേ 4 പേരുടെ വിശ്വാസമാകുന്നല്ലോ കർത്താവേ. ഈ പൽക്കാലം കർത്താവേ ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന ദൗത്യങ്ങൾ കർത്താവേ അപ്പൊ ഇരുളിൽ കിടക്കുന്ന അന്ധകാരത്തിൽ കിടക്കുന്ന രോഗത്തിൽ കിടക്കുന്ന ചിലരിലേക്ക് ആ കർത്താവിന്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരിൽ കൂടി ദൈവനാമ മഹത്വപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുമ്പോ ആ ദൗത്യം ഞങ്ങൾ പൂർണ്ണമായി നിറവേറ്റുവാൻ കർത്താവ് ഓരോരുത്തർക്ക് കൃപ നൽകണമേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന അനേകം പേർക്ക് കർത്താവേ അപ്പൊ ആ സ്തോത്രം കർത്താവേ ആ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനായിട്ടുള്ള ഒരു ആത്മഭാരവും ആത്മദാഹവും കർത്താവ് ഒരു വാഞ്ചയും കർത്താവേ സ്വർഗത്തിലെ ദൈവം കർത്താവേ ഇവർക്ക് പകർന്നു കൊടുക്കണമേ. ഇവരെ കൂടി അനേകം പേർ വിടുവിക്കപ്പെടട്ടെ. ഇവരെ കൂടി അനേകം പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. സ്വർഗം വലിയ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവിടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.